സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾക്ക് ഇടം വച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നടി അഹാന എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ അഹാനയുടെ നാൻസി എന്ന ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ ഭാര്യ ചില കാര്യങ്ങൾ പറഞ്ഞതോടെ വീണ്ടും അഹാനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി നിരവധി പേരാണ് എത്തുന്നത്. എപ്പോഴും വിമർശനത്തിൻ്റെ മുന്നിൽ പേരിൽ ഉറപ്പിച്ചു നിൽക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അഹാനയുടെ വ്ളോഗുകൾ, അഹാനയുടെ അച്ഛൻ, സഹോദരിമാർ തുടങ്ങി ഇവരുടെ പേരിലെല്ലാം തന്നെ അഹാന ശരിക്കും പറഞ്ഞാൽ ഏറിൽ കയറാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ കുറച്ച് വളരെയധികം സീരിയസ് ആയിട്ടൊരു വിഷയമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് സംവിധായകൻ്റെ ഭാര്യ ചില അലിഗേഷൻസ് അഹാനയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ടൊന്നും അഹാന ഇതുവരെ എത്തിയിട്ടില്ല. പ്രൊമോഷൻ്റെ ഭാഗമായി അഹാന ഇതുവരെ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് സംവിധായകൻ്റെ ഭാര്യ പറയുന്നത്. സംവിധായകൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ സിനിമ ഇറങ്ങാൻ ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെ സംവിധായകൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇതിന് ചുറ്റും നിൽക്കുന്നത്. ഭാര്യ തന്നെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് അഹാനയ്ക്കെതിരെ നിൽക്കുന്നത്. അഹാനയെ പലപ്പോഴും വിളിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അഹാനയ്ക്ക് ഫോൺ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അഹാന മനഃപൂർവ്വം എടുത്തിരുന്നില്ല എന്ന് പറയേണ്ടി വരും. പലപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അഹാനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അഹാന ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അഹാന പറയാത്തിടത്തോളം കാലം ഞങ്ങൾക്കാർക്കും എന്താണ് പ്രശ്നമെന്നും അറിയില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അഹാനയുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കണം. അതാണ് ആദ്യം വേണ്ടത്. അത് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ യുവനടി അനശ്വരയ്ക്കെതിരെയും ചില സംവിധായകർ ആരോപണവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രൊമോഷൻ പരിപാടികൾക്കൊക്കെ അഹാന എത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും മറുപടി ഞാൻ നൽകുന്നില്ല എന്നാണ് അഹാനയുടെ ഏറ്റവും പുതിയ പോസ്റ്റിൽ പറയുന്നത്. PRO, പ്രൊഡക്ഷൻ ടീം എല്ലാവരും സംസാരിച്ചുവെന്നും മനു ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നും അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി അതിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരാത്തതെന്നുമാണ് പറയുന്നത്. 3 വർഷം കഴിഞ്ഞു. സ്വാഭാവികമായി ഇത് മറന്നിട്ടുണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അഹാന അത് മറന്നിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായും മാനുഷിക പരിഗണന എന്നുള്ളത് ഉണ്ടാവേണ്ടതാണ്. പ്രശ്നങ്ങൾ മറന്ന് സഹകരിക്കേണ്ടതാണ്. വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ നൈന അഹാനയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞ കാര്യങ്ങളാണ്. അഹാനയുടെ ചിത്രമായതിനാൽ തന്നെ അഹാന എവിടെ എന്നായിരുന്നു എല്ലാ പ്രേക്ഷകരും ചോദിച്ചത്. എന്നാൽ ഇതിനുള്ള ഉത്തരം എനിക്കറിയില്ല എന്നും അഹാന എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുമാണ് പറയുന്നത്. മറ്റ് സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അഹാന ഇതുവരെ വരാതിരുന്നിട്ടില്ല. പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഹാന എല്ലാ പ്രൊമോഷനുകൾക്കും ചെല്ലാറുണ്ട്. എന്നാൽ അഹാന ഇപ്പോൾ പോകാത്തത് എന്തുകൊണ്ടാണത് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുകയാണ്. അഹാനയുടെ കാരണം കൂടി കേൾക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.